ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. കൽപ്പറ്റ നഗരസഭ 5-ാം വാർഡ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടികൂടിയത്. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുകയാണ്. ഭക്ഷ്യക്കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം എന്ന് LDF-ന്റെ ആരോപണം. കിറ്റുകൾ ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പറയട്ടെ ഇലക്ഷൻ മറ്റേ ഡിഫേസ് ടീമിലെ ഡെപ്യൂട്ടി തഹസിൽ സാറിനെയും വിളിച്ചിട്ടുണ്ട്. അവിടെ സ്ഥാനത്തിൽ നമ്മൾ ഇവിടെ തുടങ്ങാണ് കേട്ടോ. നമ്മളത് വണ്ടിയിൽ കയറ്റുന്ന മുതലുള്ള വീഡിയോ നമ്മളിലുണ്ട്. വന്നിട്ട് ഡിറ്റക്ഷൻ വീടിനകത്ത് കയറ്റിയതിന്റെ വീഡിയോ ഉണ്ട്. അതിനകത്ത് നോക്കട്ടെ. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇത് വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് വിതരണം ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥി വീട്ടിൽ സൂക്ഷിച്ചതാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിൽ ഔദ്യോഗിക വിശദീകരണം? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പരിശോധന ഇപ്പോഴും തുടരുകയാണ് വിജയകുമാർ. ഇവിടെ ഞാൻ ആ വീടിൻ്റെ മുൻവശത്താണ് ഉള്ളത്. ആ വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടരുന്നു. നമുക്ക് ആ ദൃശ്യത്തിൽ ഇപ്പോഴത്തെ ദൃശ്യം നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയും. നേരത്തെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ബോക്സായി മറ്റൊരു ഇതായി കാണിക്കാൻ വേണ്ടി കഴിയും. എന്തായാലും ആ പരിശോധന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇത് 5-ാം വാർഡാണ്, 5-ാം ഡിവിഷനാണ്. 5-ാം ഡിവിഷനിൽ ആണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. കെ ചിത്ര എന്നാണ് അവരുടെ പേര്. അവരുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഓട്ടോറിക്ഷയിൽ ഉള്ള നിലയിലാണ് കിറ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. വീടിനകത്തും കിറ്റുകളുണ്ട് എന്നുള്ളതാണ് ഈ LDF-ന്റെ ആക്ഷേപം, പരാതി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ LDF പ്രവർത്തകർ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം ഈ കിറ്റ് ഈ കടയിൽ നിന്ന് എടുക്കുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ LDF പ്രവർത്തകർ ശേഖരിച്ചിട്ടുണ്ട്. തുടർന്ന് അതിൻ്റെ പിന്നാലെ കൂടിയപ്പോഴാണ് ഇത്തരത്തിൽ ഉള്ള ഈ കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള തരത്തിലേക്കുള്ള വിവരങ്ങൾ ലഭ്യമാവുകയും ഇത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായാണ് പോലീസ് എത്തിയത്. പോലീസ് FIR ഇടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അല്പസമയം മുമ്പ് വരെ നമ്മൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അവർ പറയുന്നത് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ള കാര്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും CPM-ന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. എന്തായാലും അവരോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് നിങ്ങളുടെ ഒരു പരാതിക്ക് ആധാരമായിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് UDF വലിയ രീതിയിലുള്ള പരാജയ ഭീതിയിലാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയും പണം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുക എന്ന് പറയുന്ന സമീപനമാണ് വ്യാപകമായ രീതിയിൽ നഗരസഭയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ പ്രദേശത്ത് UDF-ന്റെ ഒരു പേയ്മെന്റ് സീറ്റ് എന്ന് അറിയപ്പെടുന്ന സീറ്റാണ് ഈ സീറ്റ്. നഗരസഭയിലെ ചെയർമാന്റെ കൂടി വാർഡാണ്. ആ നിലക്കുള്ള തെരഞ്ഞെടുപ്പ് വെക്കുന്ന ഈ വാർഡിൽ എതിർ സ്ഥാനാർത്ഥി ഒരു തൊഴിലുറപ്പ് മേറ്റായിട്ടുള്ള ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പിനെ പണം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ കിറ്റ് വിതരണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ നഗരസഭയിലെ മറ്റു വാർഡുകളിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഈ വാർത്ത പോയപ്പോൾ കിറ്റുകൾ പല പ്രദേശങ്ങളിൽ വെച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. UDF-ന്റെ പ്രധാന നേതാക്കന്മാരുടെ കടകളിൽ കിറ്റുകൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് ആളുകളെ പല സമയങ്ങളിൽ പറഞ്ഞു വിട്ടുകൊണ്ട് ഇത് വാങ്ങുന്നു. ആളുകളെ ഈ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് UDF ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള അങ്ങനെ ഒരു ആരോപണം നിങ്ങൾ ഉന്നയിക്കാൻ കാരണം? തീർച്ചയായിട്ടും ഇത് ഈ വാഹനത്തിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെയും ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ നിരന്തരമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടുള്ള ആളുടെ വാഹനത്തിൽ നിന്നാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഇത് ഈ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നാണ് ഇത് പിടിക്കുന്നത്, വേറെ മറ്റൊരു സ്ഥലത്തു നിന്നല്ല. ഇത് വാഹനത്തിൽ കയറ്റുന്നത് മുതലുള്ള ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത് വരെയുള്ള മുഴുവൻ വീഡിയോയും ഞങ്ങളുടെ കയ്യിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ എത്തിയിട്ടുണ്ട് വിജയകുമാർ. അവരുടെ നേതൃത്വത്തിൽ ഒറ്റ കാര്യം കൂടി ഉള്ളത്, ഇതിൽ UDF-ന്റെ വിശദീകരണം എന്തെങ്കിലും ഉണ്ടോ സുർജിത്ത്? UDF സ്ഥാനാർത്ഥിക്ക് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും മറുപടി ഉണ്ടോ? വിജയകുമാർ അവർ വീടിനകത്താണുള്ളത്. അവരുടെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചെങ്കിൽ അദ്ദേഹം ആ സമയത്ത് അതിൻ്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. എന്തായാലും വിശദീകരണം ചോദിക്കുന്നതാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? അവരുടെ വിശദീകരണം കൂടി നമ്മൾ ചോദിക്കുന്നതാണ് വിജയകുമാർ. ഇപ്പോൾ നിലവിൽ അവരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അത് അല്പസമയത്തിനകം ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത് വിജയകുമാർ. അവിടെ പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുകയാണ്. ഭക്ഷ്യക്കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം എന്ന് LDF-ന്റെ ആരോപണവുമുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ LDF പ്രവർത്തകർ ശേഖരിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൽ UDF-ന് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളതെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം വൈകാതെ വരും എന്ന് കരുതുന്നു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ബലാത്സംഗ കേസെടുത്തു പോലീസ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് DGP-ക്ക് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോടും മോശമായി പെരുമാറിയെന്ന് KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസ് ആരോപിച്ചു. രാഹുലിനെതിരായ പല പരാതികളും ഷാഫി പറമ്പലിന് ലഭിച്ചിരുന്നു എന്നും ഷഹനാസിന്റെ വെളിപ്പെടുത്തി.
KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് DGPക്ക് കൈമാറിയ പരാതിയിലാണ് രാഹുലിനെതിരെ രണ്ടാമത്തെ കേസ്. ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലാണ് ഇന്നലെ യുവതിയുടെ പരാതി എത്തിയത്. കേസിൽ പരാതിക്കാരിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ദിവസം രേഖപ്പെടുത്തും. ഇമെയിൽ വഴിയാണ് KPCC അധ്യക്ഷന് പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നോടും മോശമായി പെരുമാറിയെന്ന വെളിപ്പെടുത്തലുമായി KPCC സംസ്കാര സമിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസ് രംഗത്തെത്തി. കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. രാഹുലിനെതിരെ പല പരാതികളും ഷാഫി പറമ്പിലിന് ലഭിച്ചിരുന്നു. രാഹുലിൽ നിന്ന് ലൈംഗിക അധിക്ഷേപം നേരിട്ട യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകരെ നേരിട്ടറിയാം. ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൽ വനിതകൾക്ക് പ്രവർത്തിക്കാനാവാത്ത സാഹചര്യമായിരുന്നുവെന്നും രാഹുലിന്റെ ഗാർഡിയനാണ് ഷാഫി പറമ്പിലെന്നും ഷഹനാസ് ആരോപിച്ചു. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാലോ, ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള MP നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ, അദ്ദേഹത്തിനോട് ചോദിക്കൂ. അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം. 24 കോഴിക്കോട്. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയാതെ കോടതി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കേസ് നാളത്തേക്ക് മാറ്റി. രാഹുലിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ള പോലീസിന്റെ റിപ്പോർട്ടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയത്. അന്തിമവാദത്തിനു ശേഷം നാളെ കേസിൽ വിധി പറഞ്ഞേക്കും. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം മാത്രമാണ് യുവതിയുമായി ഉള്ളതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രധാന വാദം. ബലാത്സംഗ കേസ് കെട്ടിച്ചമച്ചതാണ്. ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിച്ചിട്ടില്ല. ബലാത്സംഗത്തിന് ഇരയായെങ്കിൽ എന്തുകൊണ്ട് അന്ന് പരാതി നൽകിയില്ലെന്നും പാലക്കാട് MLAയുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഗർഭചിത്രത്തിന് രാഹുൽ യുവതി നിർബന്ധിക്കുന്ന ഓഡിയോയും വാട്സാപ്പ് സന്ദേശവും തെളിവായുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ യുവതിയെ പീഡിപ്പിച്ചു. ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. യുവതി ചികിത്സ തേടിയ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ പ്രതിചേർത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോയതാണ്. നിയമസംവിധാനവുമായി ഒട്ടും സഹകരിക്കാത്ത ആളാണ് രാഹുലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാഹുലിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലും പ്രോസിക്യൂഷനും ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളും കോടതി വിശദമായി പരിശോധിച്ചു. ഇതിനുശേഷമാണ് കൂടുതൽ തെളിവുകൾ കൂടി ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടത്. നാളെ തുടർവാദം കേട്ടതിനു ശേഷം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞേക്കും. 24 തിരുവനന്തപുരം. അതേസമയം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി വൈകിപ്പിച്ച് KPCC. ഹൈക്കമാൻഡും KPCC മുൻ അധ്യക്ഷന്മാരും വനിതാ നേതാക്കളും രാഹുലിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം നടപടി വൈകിപ്പിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കുന്നതുവരെ നടപടി വൈകിപ്പിക്കാനാണ് നീക്കം എന്നാണ് സൂചന. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ താൽപര്യത്തിൽ നടക്കുന്ന ഈ നീക്കത്തിൽ പ്രതിപക്ഷ നേതാവിനടക്കം കടുത്ത അതൃപ്തിയുണ്ട്. ആക്ഷേപം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും ഇനിയുള്ള നടപടികൾ നിയമസംവിധാനത്തിന്റെ പ്രതികരണം കൂടി അറിഞ്ഞ ശേഷം മതിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് KPCC നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഉത്തരവ് വരെ കാക്കുന്നത്. കോടതി മുൻകൂർ ജാമ്യം നൽകിയാൽ പുറത്താക്കൽ നടപടി ഒഴിവാക്കാമെന്ന വർക്കിംഗ് പ്രസിഡന്റുമാരിലെ ചിലരുടെ താൽപ്പര്യമാണ് KPCC തീരുമാനം വൈകിപ്പിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ ജാമ്യവിധി വരെ കാക്കാമെന്ന വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിനും മൂർധന്യത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഓരോ സംഭവത്തിന്റെയും പുരോഗതി അനുസരിച്ച് ഗൗരവം അനുസരിച്ച് തക്ക സമയത്ത് ആലോചിച്ചു. പുറത്താക്കലിനൊക്കെ അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി നടന്ന കൂടിയാലോചനയിൽ ഏതാണ്ട് എല്ലാ നേതാക്കളും രാഹുലിനെ പുറത്താക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. KPCCയുടെ മുൻ അധ്യക്ഷന്മാരിൽ ചിലർ ഇക്കാര്യം പരസ്യമായും ആവശ്യപ്പെട്ടു. ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ KPCC പ്രസിഡന്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. ഈ കാര്യത്തിൽ ഇനിയും സാങ്കേതികത്വം നോക്കാതെ വച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗത്തിൽ തന്നെ കർശനവും ശക്തവും മാതൃകാപരവുമായ നടപടി സ്വീകരിക്കാൻ വൈകരുത്. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്ന പരാതിക്ക് പിന്നാലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതി കൂടി വന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിടാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മുറവിളി ഉയർന്നത്.
രണ്ടാമത്തെ പരാതിക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനോട് അഭിപ്രായം തേടിയ അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് നടപടിയെടുക്കാൻ അപ്പോൾ തന്നെ നിർദ്ദേശിച്ചിരുന്നു. നടപടി വേണമെന്ന താല്പര്യം ഹൈക്കമാൻഡ് നേതൃത്വം പരസ്യമായും വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്തമായ തീരുമാനമെടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. ഇത്തരം വിഷയങ്ങളിൽ അന്തസ്സുയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. ഇവിടുത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും. വെയിറ്റ്. ഹൈക്കമാൻഡിന്റെയും മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് KPCC നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി വൈകിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 24 തിരുവനന്തപുരം. ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയും അച്ചടക്കവും സൗന്ദര്യവും പ്രകടമാക്കി ഓപ്പറേഷൻ ഡെമോ 2025. ശംഖുമുഖത്തെ കടലും ആകാശവും ഒരുപോലെ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളുടെ വേദിയായി. സേനയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഉൾപ്പെടെ 19 യുദ്ധക്കപ്പലുകളും 32 വിവിധ വിമാനങ്ങളും അന്തർവാഹിനിയും നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനം INS വിക്രാന്തിൽ നിന്ന് പറന്നുയർന്ന MiG-29K വിമാനം ആവേശം വാനോളമുയർത്തി. ശംഖുമുഖം തീരത്തെത്തിയ രാഷ്ട്രപതിക്ക് അഭിവാദ്യവുമായി ആദ്യമെത്തിയത് MH-60 ഡോണിയർ വിമാനങ്ങൾ. പിന്നാലെ INS കൊൽക്കത്ത, INS കമാൽ, INS ഉദയഗിരി എന്നീ പടക്കപ്പലുകൾ രണ്ടു വശങ്ങളിൽ നിന്നെത്തി. പിന്നാലെ 3 ചേതക് വിമാനങ്ങളുടെയും 5 ബോംബർ വിമാനങ്ങളുടെയും ഫോർമേഷൻ. കടലിൽ ബന്ദികളാക്കപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്ന കമാൻഡോ ഓപ്പറേഷൻ. INS വിപുലിന്റെയും INS വിദ്യുത്തിന്റെയും വരവ്. പടക്കപ്പലുകളിൽ നിന്ന് മിസൈൽ വർഷം. പിന്നാലെ മറൈൻ കമാൻഡോകൾ പാരച്യൂട്ടിൽ തീരത്ത് പറന്നിറങ്ങി. പടക്കപ്പലുകളായ INS ഇംഫാലിലും INS കൊൽക്കത്തയിലും ഹെലികോപ്റ്ററുകൾ പറന്നിറങ്ങിയതും അപൂർവ കാഴ്ചയായി. അഭിമാന നിമിഷമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. People of India are grateful to the men and women of Indian Navy for their service to the nation. We are proud of each one of you. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരും ഓപ്പറേഷൻ ഡെമോയുടെ ഭാഗമായി. 24 തിരുവനന്തപുരം. ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് ഇന്നു മുതൽ ലോക് ഭവൻ. രാജ്ഭവൻ എന്ന ബോർഡ് മാറ്റി ലോക് ഭവൻ എന്ന പുതിയ ബോർഡ് സ്ഥാപിച്ചു. രാജ്ഭവൻ ലോക് ഭവൻ ആയതോടെ കൊളോണിയൽ മുഖച്ഛായ മാറുകയാണെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പ്രതികരണം. രാജ്ഭവൻ ലോക് ഭവനായപ്പോൾ കവടിയാറിലെ കവാടത്തിലും മാറ്റങ്ങൾ പ്രതിഫലിച്ചിരിക്കുന്നു. മേൽവിലാസം പതിച്ച പഴയ ബോർഡിലെ അശോകസ്തംഭവും സത്യമേവ ജയതേ എന്ന ആപ്തവാക്യവും അതുപോലെയുണ്ടെങ്കിലും പഴയ പേരിലുള്ള കേരളം രണ്ടാമതായി. ഇപ്പോൾ കേരള രാജ്ഭവൻ ലോക് ഭവൻ കേരള. ഗവർണറുടെ വസതി പൊതു ഇടമാണെന്നും ആ അർത്ഥത്തിലാണ് പൊതുജനങ്ങളുടെ പക്ഷത്തു നിന്ന് ലോക് ഭവൻ എന്ന് പേരിട്ടതെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ. Colonial hangover, we used to use Raj Bhavan and all those Rajpath, all those words. Now the government of India has already decided, and we all are following that, the Raj Bhavans will be known as Lok Bhavan because it is a people's Bhavan, it is public Bhavan. So that is why we have renamed it as Lok Bhavan. പഴയ ബോർഡിന്റെ പേര് കൊത്തിവെച്ചതെങ്കിൽ പുതിയതിൽ ഓരോ അക്ഷരവും പ്രത്യേകമായി സ്ഥാപിച്ചിരിക്കുന്നു. ലോക് ഭവനിൽ ആദ്യമായി താമസിക്കാനെത്തുന്ന വിശിഷ്ടാതിഥി രാഷ്ട്രപതിയാണ്. നാവികസേനാ ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ന് ലോക് ഭവന്റെ ആതിഥ്യം സ്വീകരിക്കും. കേരള രാജ്ഭവൻ ഇനി ചരിത്രം. ലോക് ഭവൻ കേരളയ്ക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിൽ വിവാദം.
കേരളം പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ സമ്മതം അറിയിച്ചിരുന്നുവെന്നും പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയില്ല എന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പറഞ്ഞു. കരാർ ഒപ്പുവയ്ക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചിട്ടില്ല എന്ന് ജോൺ ബ്രിട്ടാസ്. CPI നിലപാട് വ്യക്തമാക്കണമെന്ന് KC വേണുഗോപാൽ. രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ കേരളത്തിന്റെ തടഞ്ഞുവെച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ PM ശ്രീ സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. പദ്ധതിക്കായി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. പൂർണ്ണ സമ്മതത്തോടെയാണ് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പുവെച്ചത്. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി നേരിൽ കണ്ട സമ്മതം അറിയിച്ചിരുന്നുവെന്നും ധർമ്മേന്ദ്ര പ്രധാൻ. He needs my specific assurance from me. He himself mediate with his state government, with union government. My dear friend John Brittas, I am very thankful to him. He created the bridge between government of Kerala and government of India. At one point of time, they agreed to sign the PM3 MOU. Later on, what compelled them, I don't know. Honorable Minister, Kerala government come to see me. സംസ്ഥാനത്തിന്റെ ഫണ്ടിനായി മന്ത്രിയെ പലതവണ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ കരാറിൽ ഒപ്പുവെക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിഷയമാണെന്നും ജോൺ ബ്രിട്ടാസ് MP. മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ശിവൻകുട്ടിയുടെ കൂടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ഞാൻ പലതവണ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയിട്ടുണ്ട്. PMC കരാറിൽ ഒപ്പിടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമാണ്. അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, നമുക്കറിയില്ല. കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ CPIയുടെ തീരുമാനം എന്തെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. ഈ CPI ചോദിക്കണ്ടേ? അവരാണല്ലോ ഈ വിഷയം ഉന്നയിച്ച് ക്യാബിനറ്റ് അറിയാതെയാണല്ലോ ഒപ്പുവെച്ചത്. എന്താണ് PM3 വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രതാപന്റെ പ്രസ്താവനയെക്കുറിച്ച് CPIയുടെ അഭിപ്രായം? ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആളല്ലെന്നും PM ശ്രീ അടഞ്ഞ അധ്യായമാണെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. 24 ഡൽഹി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം 18 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ഇതുവരെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പൊതുവെ തിരക്ക് കുറവായിരുന്നു. രാത്രി 9 മണിവരെ 60,000 ആളുകളാണ് ദർശനത്തിനെത്തിയത്. ഇന്നലെ 87,320 തീർത്ഥാടകർ സന്നിധാനത്തെത്തിയിരുന്നു. ഇലക്ട്രോണിക്സ് റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പോർട്ടിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഓക്സിജൻ മഹാപ്രതിഭ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ദയാബായി, അഞ്ജു ബോബി ജോർജ്, KR മീര, ഡോക്ടർ സാബു തോമസ്, പ്രേം പ്രകാശ് എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ K തോമസ് ആണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. 50,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 18-ന് പാലാരിവട്ടത്തെ ദ റെനെ കൊച്ചിൻ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കൊച്ചിയിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ സംവിധായകൻ സിബി മലയിൽ, ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ K തോമസ്, VP ഓക്സിജൻ ഗ്രൂപ്പ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജിബിൻ K തോമസ്, പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള, ഡോക്ടർ പോൾ മണലിൽ എന്നിവർ പങ്കെടുത്തു. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.